രാവിലെ മുറ്റത്ത് ഇറങ്ങിയപ്പോഴാണ് മുറ്റത്ത് നിറയെ കുഞ്ഞതും വലുതുമായ നിരവധി അനവധി കുഴികൾ കാണുന്നത്. നോക്കുമ്പോൾ അതിന്റെ മുകളിലൂടെയും വശങ്ങളിലൂടെയും എല്ലാം ഉറുമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ചില ഉറുമ്പുകൾ കുഴിയിൽ വീഴുമ്പോൾ കുഴിയിൽ നിന്ന് മുകളിലേക്ക് ആരോ മണ്ണ് തെറിപ്പിക്കുന്നുമുണ്ട്. ഒരു ഉറുമ്പ് മറ്റൊരു ഉറുമ്പിനെ കഴിക്കാനായി പിടിച്ചുകൊണ്ടു പോകുന്ന വഴിയിൽ അറിയാതെ ഈ കുഴിയിലേക്ക് വീഴുന്ന കാഴ്ചയാണിത്. കഷ്ടപ്പെട്ട് എവിടുന്നോ പൊക്കിക്കൊണ്ടുവന്ന ഉറുമ്പാണത്. കുഴിയിൽ വീണിട്ടും പരമാവധി അതിനെ എടുത്തുകൊണ്ടു പോകാൻ നോക്കി. അവസാനം ഈ ഉറുമ്പ് പോയാൽ മറ്റൊന്ന് കിട്ടും, ജീവൻ പോയാൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് മനസ്സിലാക്കിയ ഉറുമ്പ് അതിനെ അവിടെ ഉപേക്ഷിച്ച് ഒരു വിധത്തിൽ മുകളിലേക്ക് എത്തി. പക്ഷേ ഞാൻ ഉറുമ്പിനെ എടുത്ത് മുകളിലിട്ടപ്പോൾ അതിനെയും കൊണ്ട് ആ ഉറുമ്പ് അവിടെ നിന്നും പോയി. ഈ വിരുദ്ധന്മാർ വേറെ ആരുമല്ല, ഇവരാണ് കുഴിയാന അഥവാ ആന്റ് ലയൺ. ഈ കുഴിയാനകളെ മണലിലോ ഉണങ്ങിയ പൊടിമണ്ണിലോ മഴ നനയാത്ത സ്ഥലങ്ങളിലോ നോക്കിയാൽ കാണാം. കുഴിയാന തുമ്പിയുടെ ലാർവയല്ല. കാഴ്ചയിൽ മുതിർന്ന അവസ്ഥയിൽ തുമ്പിയോട് സാമ്യമുണ്ടെങ്കിലും ഇവ രണ്ടും വ്യത്യസ്ത കുടുംബങ്ങളിൽപ്പെട്ട പ്രാണികളാണ്. കുഴിയാനയുടെ ജീവിതചക്രം പ്രകൃതിയിലെ അതിശയകരമായ ഒരു പ്രതിഭാസമാണ്. പൂർണ്ണമായ രൂപാന്തരണത്തിലൂടെ കടന്നുപോകുന്ന ഒരു ജീവിയാണിത്. മുട്ട, ലാർവ, പ്യൂപ്പ, അഡൾട്ട് എന്നീ 4 ഘട്ടങ്ങളിലൂടെയാണ് ഇവരുടെ ജീവിതം. യഥാർത്ഥത്തിൽ ഇതൊരു ആനയല്ല. പെൺപ്രാണികൾ മണൽ പ്രദേശങ്ങളിലിടുന്ന മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവയാണ് ഇവർ. ഇവരുടെ ജീവിതത്തിലെ കൂടുതൽ സമയവും കുഴിയാനയായിട്ടാണ് കാണപ്പെടുന്നത്. സാഹചര്യങ്ങൾക്കനുസരിച്ച് 1 മുതൽ 3 വർഷം വരെ ഒരു കുഴിയാന ലാർവയായി തുടരാറുണ്ട്. വശങ്ങളിലേക്കും പിന്നിലേക്കും മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന ഈ ഘട്ടത്തിൽ ഇവയ്ക്ക് പറക്കാൻ കഴിയില്ല. ഇവയ്ക്ക് വലിയ താടിയെല്ലുകളും പിന്നിലേക്ക് ചലിക്കാനുള്ള പ്രത്യേക കഴിവുമുണ്ട്. സ്വന്തം ശരീരം ഉപയോഗിച്ച് മണൽ വശങ്ങളിലേക്ക് തെറിപ്പിച്ചുകൊണ്ടാണ് ഇവ ഒരു ഫണൽ ആകൃതിയിലുള്ള കുഴി നിർമ്മിക്കുന്നത്. ഇതിനാലാണ് ഇവയ്ക്ക് കുഴിയാന എന്ന പേര് ലഭിച്ചത്. കുഴിയാനകൾ വളരെ തന്ത്രശാലികളായ വേട്ടക്കാരാണ്. കുഴിയുടെ ഏറ്റവും അടിയിൽ മണലിനടിയിൽ ഒളിച്ചിരുന്നാണ് ഇവ ഇരയെ കാത്തിരിക്കുന്നത്. ഉറുമ്പുകളോ മറ്റ് ചെറിയ പ്രാണികളോ ഈ കുഴിയുടെ അരികിലെത്തിയാൽ മണലിടിഞ്ഞ് താഴേക്ക് വീഴും. ഇര രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ കുഴിയാന തന്റെ തലയുപയോഗിച്ച് മണൽ മുകളിലേക്ക് തെറിപ്പിക്കും. ഇത് ഇരയെ വേഗത്തിൽ കുഴിയുടെ അടിയിലേക്ക് എത്തിക്കുന്നു. മൂർച്ചയുള്ള താടിയെല്ലുകൾ ഉപയോഗിച്ച് ഇരയെ പിടികൂടുകയും അവയുടെ ശരീരത്തിലെ ദ്രാവകം വലിച്ചെടുക്കുകയും ചെയ്യുന്നു. ശേഷം ബാക്കി വരുന്ന ഭാഗം കുഴിക്ക് പുറത്തേക്ക് തെറിപ്പിച്ച് വളർച്ചയുടെ ഒരു ഘട്ടം എത്തുമ്പോൾ കുഴിയാന ഭക്ഷണം കഴിക്കുന്നത് നിർത്തുകയും മണൽത്തരികളും സിൽക്കും ഉപയോഗിച്ച് ഒരു ചെറിയ ഗോളാകൃതിയിലുള്ള കൂട് നിർമ്മിക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് പ്യൂപ്പ എന്ന് വിളിക്കുന്നത്. ഈ കൂടിനുള്ളിൽ വെച്ച് കുഴിയാനയുടെ ശരീരത്തിന് വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഏതാനും ആഴ്ചകൾ കൊണ്ട് ലാർവയുടെ രൂപം മാറി ചിറകുകളും കാലുകളും ഉള്ള ഒരു പ്രാണിയായി അത് പരിണമിക്കുന്നു. വളർച്ച പൂർത്തിയാകുമ്പോൾ മനോഹരമായ ചിറകുകളുമായി പറന്നു നടക്കുന്ന പ്രാണിയായി മാറും. മുതിർന്ന പ്രാണികൾ പ്രധാനമായും രാത്രികാലങ്ങളിലാണ് സജീവമാകുന്നത്. ചിറകുകൾ വന്നു കഴിഞ്ഞാൽ ഇവ അധികകാലം ജീവിക്കാറില്ല. ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഇണയെ കണ്ടെത്തുകയും മുട്ടയിടുകയും ചെയ്യുന്നതോടെ ഇവയുടെ ജീവിതചക്രം പൂർത്തിയാകുന്നു. കുഴിയാനകൾ മനുഷ്യർക്ക് ഉപദ്രവകാരികളല്ല, മറിച്ച് ഉറുമ്പുകളെയും മറ്റും നിയന്ത്രിക്കുന്നതിലൂടെ ഇവ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നു.